ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലെ സ്ട്രോബെറി പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇത് ഞാൻ ചെടിച്ചട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞാൽ 2 ഗാർഡൻ ബെഡിൽ ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് എന്ത് ചെയ്തു, ഒരു ഗാർഡൻ ബെഡിൽ മാറ്റിയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് മാറ്റിയ ഗാർഡൻ ബെഡിൽ ഞാൻ മുളക് നട്ടു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാവേ. അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രോബെറി ഇങ്ങനെ നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് ഞാനൊരു പരീക്ഷണത്തിന് ചെയ്ത് നോക്കിയതാണ് 1-2 എണ്ണം. അത് വളരെയധികം സക്സസ് ആയി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോബെറി ഉണ്ടായിട്ട് നമ്മളിത് മണ്ണിൽ മുട്ടിക്കിടന്നാൽ ഇത് പെട്ടെന്ന് കേടുവരിക. അതായത് ഒന്നുകിൽ ആ ഭാഗം സ്ട്രോബെറി മണ്ണിൽ മുട്ടിക്കിടക്കുന്ന ഭാഗം കറുത്ത് വരുന്നു, അല്ലെങ്കിൽ അതിൽ പുഴു കയറി പിടിക്കുന്നു. അത് കായ്ച്ചയുടെ ഇതുകൊണ്ടുള്ള പുഴുവുണ്ട്, അല്ലാതെ മണ്ണിൽ മുട്ടിക്കിടന്നിട്ട് കേട് വന്നിട്ടുള്ള പുഴുവുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. വാട്ടറിങ് എളുപ്പമാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളമിടാനും ചാണകപ്പൊടിയൊക്കെ നമുക്ക് കുറേശ്ശെ ഇടാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ മണ്ണിൽ മുട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി താഴത്തൊരു വീട് മാറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെടിച്ചട്ടിയിൽ 2 ചുവട് വീതം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് സ്ട്രോബെറി ഉണ്ടാവും. അതായത് 2 ചുവടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം പറിക്കുമ്പോൾ ഒരു 10ഓളം സ്ട്രോബെറി പറിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ചെടിച്ചട്ടി മെത്തേഡ് വളരെയധികം എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. നന്നായിട്ട് പ്രോപ്പറായിട്ട് വാട്ടർ ചെയ്യുകയാണെങ്കിൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് സ്ട്രോബെറി കിട്ടും. ഒരു വർഷത്തിൽ 3 പ്രാവശ്യമൊക്കെ ഈസി ആയിട്ട് പറിക്കാം.